മഹാരാഷ്ട്രയിൽ ഇക്കുറിയും ബി.ജെ.പി. നയിക്കുന്ന മഹായുതി സഖ്യം അധികാരത്തിലേറുമെന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. 200 സീറ്റുകൾ വരെ സഖ്യം നേടുമെന്നാണ് ചിലർ സർവേയിലെ പ്രവചനം എന്ന് പറയുന്നത്. വീണ്ടും ബി.ജെ.പി. ഒരുപക്ഷെ അധികാരത്തിലേറിയാൽ ആരാകും മുഖ്യമന്ത്രി എന്ന ആകാംക്ഷ ശക്തമായി തുടരുകയാണ്. നിലവിൽ ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയാണ് സഖ്യത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഷിൻഡെയെ നിലനിർത്തുമോ അതോ മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് മുഖ്യമന്ത്രി കസേര ലഭിക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. അഭിപ്രായ സർവേയിൽ ജനപ്രീതി ഏക്നാഥ് ഷിൻഡെക്കാണ്. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേയിലാണ് ജനപ്രീതിയിൽ ഫട്നാവിസിനെ ഷിൻഡ മറികടന്നിരിക്കുന്നത്. 31% ആളുകൾ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ഷിൻഡെയെ പിന്തുണച്ചപ്പോൾ വെറും 12% ആളുകളാണ് ദേവേന്ദ്ര ഫട്നാവിസിനെ പിന്തുണച്ചിരിക്കുന്നത്. ഇരുവരും കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരിക്കും അജിത് പവാറിനുമാണുള്ള പിന്തുണ എന്ന് പറയുന്നത്. 2% വീതം ആളുകളാണ് ഇരുവരെയും അവിടെയും പിന്തുണച്ചിരിക്കുന്നത്. അതേസമയം മഹാവികാസ് അഘാണ്ടി സഖ്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ ലഭിച്ചത് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെക്കാണ്. 18% ആളുകളാണ് ഉദ്ധവ് മതിയെന്ന് അഭിപ്രായപ്പെടുന്നത്. ഇനി കോൺഗ്രസിലാണ് നോക്കുകയാണെങ്കിൽ ആരായാലും മതിയെന്ന അഭിപ്രായം 10% പേർ പങ്കിട്ടു. മുഖ്യമന്ത്രി മോഹവുമായിട്ട് നടക്കുന്ന സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടേലയ്ക്ക് 2% പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. NCP അധ്യക്ഷൻ ശരത് പവാറിനെ 5% പേർ പിന്തുണയ്ക്കുന്നു. മഹായുതി അധികാരം നേടിയാൽ ദേവേന്ദ്ര ഫട്നാവിസിനായിട്ടായിരിക്കും ബി.ജെ.പി. മുഖ്യമന്ത്രി കസേര നൽകുക എന്നാണ് ഈ ഒരു വിലയിരുത്തപ്പെടുന്നത്. അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് ശിവസേനയിൽ നിന്ന് വന്ന ഏക്നാഥ് ഷിൻഡെക്ക് ബി.ജെ.പി. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാക്കിയിരുന്നത്. ഇത്തവണ ബി.ജെ.പിക്ക് കൂറ്റൻ വിജയം തനിച്ച് നേടാനായാൽ കാര്യങ്ങൾ ഷിൻഡെക്ക് വീണ്ടും കസേര ലഭിക്കാനുള്ള സാധ്യതയില്ല. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ആർക്കെന്നത് സംബന്ധിച്ച് NPCയും ശിവസേനയും ബി.ജെ.പിയും ചേർന്ന് ആലോചിക്കുമെന്നാണ് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത്. പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള മഹാവികാസ് അഘാണ്ടി സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും അത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ല എന്നും സർവേ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരം എക്സിറ്റ് പോളുകളെല്ലാം തള്ളുന്ന സഖ്യം സംസ്ഥാനത്ത് വിജയം ഉറപ്പിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. ഒരു പടി കൂടി കടന്ന് സംസ്ഥാനത്ത് ആര് മുഖ്യമന്ത്രിയാകുമെന്നത് സംബന്ധിച്ച് സഖ്യത്തിൽ തർക്കവും ആരംഭിച്ചിട്ടുണ്ട്. MVA സഖ്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനും ശിവസേനയ്ക്കും ഇടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും ഉടലെടുത്തിരിക്കുന്നത്. മഹാവികാസ് അഘാണ്ടി സർക്കാർ രൂപീകരിക്കുന്നതിൽ ഇരു സഖ്യങ്ങളും ശുഭവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ സർക്കാർ രൂപീകരണത്തിൽ കോൺഗ്രസ് നേതൃത്വം വഹിക്കുമെന്ന കോൺഗ്രസ് നേതാവ് നാനാ പട്ടേലയുടെ പ്രസ്താവനയാണ് തർക്കത്തിനിടയാക്കിയിട്ടുള്ളത്. നാനാ പട്ടേലയ്ക്ക് ശക്തമായിട്ടുള്ള ഭാഷയിൽ മറുപടിയുമായിട്ടാണ് ശിവസേന നേതാവ് സഞ്ജയ് റവാത്തി MP രംഗത്ത് വന്നത്. ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതിക്ക് ഭൂരിപക്ഷം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ ഫലിക്കാൻ പോകുന്നില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാവികാസ് അഘാണ്ടി സർക്കാർ രൂപീകരിക്കും എന്നായിരുന്നു നാനാ പട്ടേലയുടെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് സഞ്ജയ് റാവത്തിന്റെ മറുപടിയും ഉണ്ടാകുന്നത്. ഞാൻ ഇത് ഒരിക്കലും അംഗീകരിക്കില്ല, മറ്റാരും ഇത് അംഗീകരിക്കില്ല. ഇങ്ങനെ പറയാൻ നാനാ പട്ടേലയ്ക്ക് കോൺഗ്രസ് അനുമതി കൊടുത്തോ എന്ന് അറിയില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെ തീരുമാനിക്കുമെന്ന് റവാത്ത് പറഞ്ഞിരുന്നു. ഇക്കാര്യം സംബന്ധിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണമെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നും ശിവസേന നേതാവ് കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റ് വിഭജനത്തെ ചൊല്ലി പാർട്ടികൾ വലിയ ഒരു ഭിന്നത ഉണ്ടായിരുന്നു. വിപുലമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയെങ്കിലും വിജയിക്കുകയാണെങ്കിൽ അടുത്ത സർക്കാരിന് ആര് നേതൃത്വം നൽകുമെന്ന കാര്യത്തിൽ സഖ്യകക്ഷികൾക്കിടയിൽ ഇതുവരെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ഇതാണ് പുതിയ തർക്കങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. എന്നാൽ ഉറ്റുനോക്കുന്നത് മഹാരാഷ്ട്ര ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് തന്നെയാണ്.